ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ കുറഞ്ഞത് കാരണം അവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന ഒരു കോഴ്സ് വീണ്ടും ജെന്യൂൻ എൻക്വയറി കൊണ്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു എന്നാണ്. ഞങ്ങളുടെ SEO ഡിപ്പാർട്ട്മെന്റിൽ റീസെന്റ് ലഭിച്ച ബെസ്റ്റ് റിസൾട്ടിൽ ഒന്നാണ് കേരളത്തിനകത്തും പ്രത്യേകിച്ച് GCC കൺട്രീസിലൊക്കെ ഒരുപോലെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബിസിനസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവരുടെ പുതിയ കോഴ്സുകളിലേക്ക് അവരുടെ വെബ്സൈറ്റ് SEO ചെയ്തത് വഴി നേടിക്കൊടുത്തിട്ടുള്ള കുറച്ച് ക്വാളിറ്റി ലീഡ്സ്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ അഡ്മിഷൻ കുറഞ്ഞത് കാരണം അവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന കുറച്ച് കോഴ്സ് വെബ്സൈറ്റ് SEO ചെയ്തതിലൂടെ കിട്ടിയ ജെന്യൂൻ എൻക്വയറി കൊണ്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു എന്നതാണ്. ഇതായിരുന്നു ഈ പറഞ്ഞ ക്ലയന്റ് ഡിഫൈൻ അപ്രോച്ച് ചെയ്തപ്പോൾ അവരുടെ വെബ്സൈറ്റിന്റെ SEO പെർഫോമൻസ്. ലീഡ്സ് വളരെ കുറവ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രാഫിക് വരുന്നില്ല, വന്ന ട്രാഫിക്കിലൂടെ ആവട്ടെ ക്വാളിറ്റിയുള്ള ഒരു ലീഡ്സ് ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ലീഡ്സും ഈ പറഞ്ഞ ക്ലയന്റിന് കിട്ടുന്നില്ല. ഈ ഒരു അവസരത്തിലായിരുന്നു ഡിഫൈൻ ഈ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തത്. എന്നാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ള റിസൾട്ട് ഇതായിരുന്നു. ക്ലയന്റിന് ആവശ്യമായ ലീഡ്സ് ഇന്ത്യക്ക് അകത്തും പുറത്തു നിന്നും ഒരുപോലെ കിട്ടി തുടങ്ങി. അതും കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള അഡ്മിഷന് വില്ലിംഗ് ആയ സ്റ്റുഡൻസിന്റെ എൻക്വയറീസ് തന്നെ. ഈ ഒരു പ്രൊജക്റ്റിൽ ഞങ്ങൾ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിരുന്നു. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള UI/UX ഡിസൈൻസ്, വെബ്സൈറ്റ് കോണ്ടന്റ്, അതുപോലെ തന്നെ വളരെ വീക്ക് ആയിട്ടുള്ള കോർ വെബ് പേജസ് പെർഫോമൻസ്, ഇങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ സക്സസിലോട്ട് എത്തിയിട്ടുള്ളത്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള SEO മെത്തേഡ്സിന് പകരം സെർച്ച് ഇന്റന്റ് ഉള്ള റെലവെന്റ് ആയിട്ടുള്ള ക്വയറിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കീവേഡ് റിസർച്ച്, കോഴ്സ് സെർച്ച് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിന്റെ ഡൗട്ട്സും കൺസേൺസും ഒരുപോലെ ക്ലിയർ ചെയ്ത് അവരെ അഡ്മിഷൻ എടുക്കാൻ ആക്ഷൻ എടുപ്പിക്കുന്ന രീതിയിലുള്ള വെബ്സൈറ്റ് കോണ്ടന്റ്. ഇനി ടെക്നിക്കൽ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫ്രണ്ട്ലിനെസ്, വെബ്സൈറ്റിന്റെ പെർഫോമൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ട് ഈവൻ LLM പ്ലാറ്റ്ഫോംസിൽ റെക്കമെൻഡേഷൻസ് വരത്തക്ക രീതിയിൽ നമ്മൾ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്തു. ഇതുമൂലം ChatGPT പോലുള്ള AI പ്ലാറ്റ്ഫോംസിലൂടെയും വെബ്സൈറ്റിലോട്ട് നല്ല രീതിയിൽ ട്രാഫിക് വരുന്നുണ്ട്. സോ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് റാങ്ക് ചെയ്തുകൊണ്ടോ മാത്രമല്ല, ആ വെബ്സൈറ്റിലൂടെ ക്വാളിറ്റിയുള്ള ഒരു ലീഡ്സ് കിട്ടുമ്പോൾ മാത്രമാണ് ഒരു ബെറ്റർ SEO റിസൾട്ട് അവിടെ ഉണ്ടാകുന്നത്. സോ നിങ്ങൾക്കും ഇതുപോലൊരു ബെറ്റർ SEO റിസൾട്ട് ഉണ്ടാക്കാം. ജസ്റ്റ് കോൺടാക്ട് us.